ശരിയാവും, നമ്മളൊക്കെ ഇല്ലേ, നമുക്ക് കൂടെ ശരിയാക്കാൻ 2 ദിവസമല്ലേ, 2 ദിവസം തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ 6 മാസം മുമ്പ് ഞാൻ പറഞ്ഞു BJP എന്നോട് പറഞ്ഞാൽ. ഇപ്പോൾ വിനോദിനെതിരെ വധഭീഷണി മുഴക്കിയിരിക്കുന്നത് വിഷ്ണുവിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ മേയറെ കാണണമെങ്കിൽ 2-4 മണിക്കൂറോടെ കുത്തിയിരിക്കണം, എന്നാൽ പോലും കാണാൻ പറ്റില്ല. കണ്ടാലോ ഞാൻ നേരത്തെ പറഞ്ഞ മുഖവുമായിട്ടാണ് ഇരിക്കുന്നത്. വളരെയേറെ ഈ ഇഞ്ചി കടിച്ച കുരങ്ങനെന്നൊക്കെ പറയുന്നത് പോലെ ആരോടും ചിരിക്കാത്ത, ഒന്നും മിണ്ടാത്ത, മരവിച്ച മുഖത്തുമായിട്ടിരിക്കുന്ന ഒരാള്. കാരണം വളരെ രഹസ്യമായി വിനോദ് ആയുധാഭ്യാസം നൽകുന്നത് എനിക്കറിയാം. പല സ്ഥലങ്ങളിലും അതിന്റെ കേന്ദ്രങ്ങൾ ഞാൻ പറയുന്നില്ല, സ്വയരക്ഷയ്ക്കുള്ള സ്ഥലങ്ങളാണ്. അതാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സ്. ഞാൻ ഇന്നും അന്നും എല്ലാം കമ്മ്യൂണിസ്റ്റാണ്, മരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റായി. ഇതിനെപ്പറ്റി എല്ലാം ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരാളാണ് ജോയി. കാരണം SFI രംഗത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ജോയി കണ്ട കാര്യങ്ങളാണ്. പക്ഷേ കൂടെ നിൽക്കുന്ന അണികൾക്ക് വേദന എടുത്താൽ ആ വേദന നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യണം, നിങ്ങൾക്ക് തോന്നണം. ആ തോന്നണ സമയത്ത് നിങ്ങൾ നേതാവുള്ളൂ. കോൺഗ്രസിലേക്കാണ് ഒരു വലിയ സഖാവ്, തിരുവനന്തപുരത്തിന്റെ മുഖമുദ്രയായിരുന്ന സഖാവ് എന്ന് തന്നെ പറയാം. എനിക്ക് തന്നെ വിനോദ് SFI ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, സിറ്റി കമ്മിറ്റി അംഗമായിരുന്നു. പോകുന്നത് കോൺഗ്രസിലേക്ക്, കുറച്ചും കൂടെ സ്വാതന്ത്ര്യമുള്ള പാർട്ടി, ആർക്കും എന്തും പറയാന്നുള്ള പാർട്ടി. അവിടെ നിൽക്കാൻ പറ്റുമോ വിനോദ്? ഞാൻ കണ്ടൊരു കാര്യം ഞാൻ പറയാം, ഞാൻ വളരെ വ്യക്തം പറഞ്ഞു. എനിക്ക് ഞാൻ കുറച്ച് കാലം കൊണ്ട് നോക്കുന്നൊരു കാര്യമാണ് ഇത്. രാവിലെ എണീറ്റ് രാവിലത്തെ മുഖച്ചടവോടുകൂടി മറ്റുള്ളവരെ കാണുന്ന, ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ, ആ മുഖച്ചടവോടുകൂടി, ആ മുഖത്തോടുകൂടി, നമ്മൾ പ്രഭാത കൃത്യങ്ങൾ പോലും കഴിയാതെ നിൽക്കുന്ന മുഖമോടുകൂടി ഒരു ദിവസം മുഴുവൻ പൊതുജനത്തെ കാണുന്ന ആൾക്കാരാണ് എൻ്റെ പഴയ പാർട്ടിയുടെ നേതാക്കൾ. അതെ, ഞാൻ പറഞ്ഞത് ഷാജിക്ക് ഉത്തമമായ ബോധ്യം ഉണ്ടായിരിക്കും. ഒരാൾ പോലും നല്ല സുസ്മേരവദനായി ചിരിച്ചുകൊണ്ട് പെരുമാറുന്ന ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കോടിയേരി സഖാവ് ഒഴിച്ച്. ബുദ്ധിമുട്ടാണ്. ഈ കോടിയേരി സഖാവിൻ്റെ കൂടെ 10 വർഷം ഞാൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ട്രെയിനറായിരുന്നു 10 വർഷം. ഞാൻ കണ്ട കമ്മ്യൂണിസ്റ്റുകാരിൽ എനിക്ക് ഓർമ്മയുള്ള, എനിക്ക് നേരിട്ട് ഇടപഴകാൻ പറ്റിയ കമ്മ്യൂണിസ്റ്റുകാരിൽ SRP സഖാവിനെയും കോടിയേരി സഖാവിനെയും പോലുള്ള 2 പേര് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ബാക്കി എല്ലാവരിൽ നിന്നും എനിക്ക് തിക്താനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ കോടിയേരി സഖാവിനോട് പറയുമ്പോഴത്തേക്കും സഖാവ് എന്ന് പറഞ്ഞാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും അവിടെ പോയാൽ അദ്ദേഹത്തിന് നമുക്ക് പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് അദ്ദേഹം കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഉറച്ച നിലപാടോടുകൂടിയുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ ഉണ്ടാവുകയും ചെയ്യും. അതാണ് നേതാവ്, അതാണ് കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ട രീതി എന്ന് വെച്ചാൽ വരുന്നവരെല്ലാവരും തുറന്ന മനസ്സ്, ഇതിങ്ങനെ തുറന്നു വെച്ച് ചിരിക്കുന്നത് പോലെ ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്ന ഏറ്റവും ടോപ്പ് നേതാവ് VD സതീശനടക്കം ഇങ്ങോട്ട് താഴോട്ടുള്ള എല്ലാ നേതാക്കളും. എന്നിട്ട് അവരെല്ലാവരും ഒരാൾ പോലും വിടാതെ സതീഷ് ചേട്ടൻ സംസാരിച്ചു. KC ആണെങ്കിലും അതുപോലെ സണ്ണി ജോസഫ്, ഈ എല്ലാ മുതിർന്ന നേതാക്കന്മാരുടെയും ആശംസകൾ പറയണമെന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു. അതാണ് കെയർ, അതാവണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഷാജി, ഒരു കൊച്ചിന് നമ്മൾ പണ്ട് എപ്പോഴോ സംസാരിച്ചിട്ടുണ്ട്, ഷാജിക്ക് ഒരു 50 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അതെ, എൻ്റെ ഒരു പൈസയില്ല, എൻ്റെ ഇന്നത്തെ ആഹാരം കഴിക്കാനുള്ള പൈസയുള്ളൂ. പക്ഷെ ഷാജി എന്നോടൊന്ന് പറയുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഒന്നുമില്ല, എന്ത് ചെയ്യാൻ പറ്റുമോ, എന്ന് ഞാൻ പറയുന്ന തരത്തിലല്ല പെരുമാറേണ്ടത്. ശരിയാവും, നമ്മളൊക്കെ ഇല്ലേ, നമുക്ക് കൂടെ ശരിയാക്കാൻ 2 ദിവസമല്ലേ, 2 ദിവസം കൊണ്ട് ശരിയാവുമെന്ന് ഞാൻ ഷാജിയുടെ തോളത്ത് തട്ടി ചേർത്ത് പിടിച്ചൊന്ന് ഹഗ് ചെയ്ത് പറയുമ്പോൾ കിട്ടുന്ന ഊർജം നാളെ ഷാജിയുടെ ബുദ്ധിമുട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബുദ്ധിയും ശരീരവും ഉപയോഗിച്ച് ശരിയാക്കും. ആ ധൈര്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് ഇത്രയും കാലമായിട്ട് ഇത്രയും വലിയ പാരമ്പര്യമുള്ള ആൾക്കാരായിട്ടുള്ള നേതാക്കൾക്ക് ഇവിടെ എങ്ങനെ എപ്പോൾ നഷ്ടപ്പെട്ടു? അവിടെയാണ് ഈ പാർട്ടിയും എൻ്റെ പഴയ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. വളരെ ചിരിച്ചുകൊണ്ട് എല്ലാം തുറന്ന് നിൽക്കുന്ന ഈ ചിലപ്പോഴൊക്കെ അമൃതാനന്ദമയിയുടെ ഈ ആലിംഗനത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കമലഹാസൻ്റെ സിനിമയിലുണ്ട്. അപ്പോൾ അതുപോലെ കമലഹാസൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഉണർന്നൊന്ന് ചിരിച്ചൊന്ന് കെട്ടിപ്പിടി അതാണ് അതിലേക്ക്. അതുപോലെ നമുക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ട് പെരുമാറുന്ന ഒരു കൂട്ടം ചെറുതും വലുതുമായ നേതാക്കൾ അതിനിടയിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ എനർജി കൂടും. ഷാജി, അതിലേക്ക് വരണം. ഇനി വരില്ല ഈ പാർട്ടി, ഇനി അതിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുവിധപ്പെട്ട എല്ലാവരും കോടീശ്വരന്മാരായിപ്പോയി. നിങ്ങൾ ആയിക്കോ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ. ഞാൻ പണ്ട് 85 SFIയുടെ സിറ്റി സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എന്തോ ആയിക്കോ നമ്മുടെ നേതാക്കന്മാർ. പക്ഷേ കൂടെ നിൽക്കുന്ന അണികൾക്ക് വേദന എടുത്താൽ ആ വേദന നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യണം, നിങ്ങൾക്ക് തോന്നണം. ആ തോന്നണ സമയത്ത് നിങ്ങൾ നേതാവുള്ളൂ.
അന്ന് തൊട്ട് 85 തൊട്ട് എൻ്റെ എല്ലാ വിമർശനങ്ങളും ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് അതിലേക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ മാറില്ല. ഇത് വേറെ ലെവലിലേക്ക്. വിനോദായിരുന്നു CPM-ന്റെ കേഡർമാർക്ക് ആയുധ അഭ്യാസം നൽകിയിരുന്നത്. എല്ലാവർക്കും അല്ല, അങ്ങനെ ചില പരിശീലന കളരികളുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഡീപ്പായിട്ട് പാർട്ടിയോട് ചേർന്ന് നിന്ന ഒരാളാണ്. കാരണം വളരെ രഹസ്യമായി വിനോദ ആയുധാഭ്യാസം നൽകുന്നത് എനിക്കറിയാം. പല സ്ഥലങ്ങളിലും അതിന്റെ കേന്ദ്രങ്ങൾ ഞാൻ പറയുന്നില്ല. സ്വയരക്ഷയ്ക്കുള്ള സ്ഥലങ്ങളാണ്, ആയുധാഭ്യാസമല്ല, സ്വയരക്ഷയ്ക്കുള്ള സ്ക്വാഡുകളെ എല്ലായിടത്തും. നമ്മളിപ്പം വിമൻസിന് സ്വസ്തിയുടെ നേതൃത്വത്തിൽ വിമൻസിന് ഒരുപാട് പരിശീലനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതേപോലെ ഇതിന്റെ ചില വിങ്ങുകളിൽ ഇപ്പം ഇതുപാട് സാംസ്കാരിക സംഘടനകൾക്ക് അങ്ങനെയൊക്കെയാണ്, അല്ലാതെ രഹസ്യ പരിശീലനമല്ല. ഞാൻ പറയാം, യോഗ എന്ന് പറഞ്ഞൊരു പരിശീലനം, യോഗ പിന്നെ അക്കാഡമി ഉണ്ടായിരുന്നു, അക്കാഡമിയുടെ ഡയറക്ടറായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലാണ്. അതെ. ഇപ്പൊ വിനോദിനെതിരെ വധഭീഷണി മുഴക്കിയിരിക്കുന്നത് വിഷ്ണുവിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ നമ്മുടെയൊക്കെ മുമ്പ് നമ്മുടെയൊക്കെ കൊച്ചനുജനായിരുന്നു അവൻ. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും മദ്യമയക്കുമരുന്നിന് അടിമയായി ഇവിടെ ഉണ്ടാകുന്നപ്പോൾ വലിയ വിഷയമാണ്. പിന്നെ വേറൊരു കേസിലൊക്കെ ഉൾപ്പെട്ടിട്ട് ഇപ്പൊ ഇവിടെ ആ കേസിന് കയറാതെ ദുബായിൽ മാറിപ്പോയ കക്ഷിയാണ്. നമ്മൾ ഇപ്പൊ ഞാൻ എൻ്റെ ഷാജിക്ക് എന്തായാലും 10-35 വർഷം ബന്ധമില്ല. ഞാൻ എൻ്റെ ഒരു സ്വഭാവം ഷാജിക്ക് അറിയാം. നമ്മളങ്ങനെ ഒന്ന് കണ്ട് പേടിച്ച് മാറി നിൽക്കുന്ന ഒരു സ്വഭാവമല്ല. എൻ്റെ സുഹൃത്തുക്കളാണ് ഈ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരും. ഈ CPM-ന്റെ ഒരു 95% ആൾക്കാരെയും എനിക്കറിയാം. നല്ല സംസ്ഥാന നേതാക്കളും താഴെയുള്ളവരും. അവർക്ക് എന്നെ അറിയാം, ഞാൻ എന്താണെന്നറിയാം. ഞാനൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തോ അത്ര മാരകമായ വിഷമം ഉണ്ടായിട്ടാണെന്നറിയാം. പിന്നെ മറ്റുള്ള ഏതെങ്കിലും തരത്തിൽ ആണ് ഈ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ. എനിക്ക് സർവൈവ് ചെയ്യുന്ന എല്ലാവർക്കും, എനിക്കാണെങ്കിൽ ഷാജിക്കും 2-3 അനുഭവങ്ങൾ നേരിട്ടതല്ലേ. അതുകൊണ്ട് ഷാജി മാളത്തിൽ കയറി വിളിച്ചില്ലല്ലോ, വർദ്ധിത വീര്യത്തോട് തിരിച്ചു വന്നില്ല. അത്രേ ഉള്ളൂ. അത് മനസ്സിന്റെ കടുപ്പമാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സർവൈവ് ചെയ്യും. നമ്മൾ ജീവിക്കാൻ വേണ്ടി മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അടച്ചു മൂടി വെക്കുകയാണെങ്കിൽ അവിടെ വഴിയുണ്ടാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കും. അത് സ്വാഭാവികമല്ലേ, മനുഷ്യന്റെ സഹജമായ വാസനയല്ലേ. അതെനിക്കുണ്ട്. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നതല്ലേ, മാർഷൽ ആർട്ടല്ലേ. അപ്പൊ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകും. വീഴില്ല എന്നൊന്നും ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. വീഴുന്നിടം വരെ ജീവിക്കാനായിട്ടുള്ള പോരാട്ടം നടത്തും. അതാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സ്. ഞാൻ ഇന്നും അന്നും എല്ലാം കമ്മ്യൂണിസ്റ്റാണ്, മരിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. പക്ഷെ അതിനൊരു വ്യത്യാസമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കമ്മ്യൂണിസം അല്ല, ഞാൻ മനസ്സിലാക്കിയ കമ്മ്യൂണിസമാണ്. സോഷ്യലിസവും സാഹോദര്യവും മറ്റുള്ളവൻ്റെ വേദന മനസ്സിലാക്കി അവനെ കൂടെ ചേർത്ത് നിർത്താനും അങ്ങനെ കഴിവ് അത് എല്ലാവരും ഒരേപോലെ കാണാനും ഒക്കെയാണ് കമ്മ്യൂണിസം പഠിപ്പിച്ചിട്ടുള്ളത് എന്നെ. അതോടൊപ്പം തന്നെ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണമെന്ന്. ആ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാത്തവൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആവത്തില്ല. സേവ പാടുന്ന, എപ്പോഴും ഓശാനപ്പടി കൂടെ നിൽക്കുന്ന, എല്ലാം പ്രകീർത്തനങ്ങൾ മാത്രം പറയുന്ന നേതാക്കന്മാരെ കണ്ട് താണു വണങ്ങുന്ന ഒരാളൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ജോയി എണ്ണം വളരെ പെട്ടെന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞു 5 ലക്ഷം രൂപ രവീന്ദ്രൻ സഖാവ് എടുത്തിട്ടില്ല, അത് കേസിന് വേണ്ടി വക്കീലിന് കൈമാറി. ന്യായീകരണമല്ലേ അത്? ന്യായീകരണമാണെന്ന് ജോയിക്കും അറിയാം. ജോയിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അത് ന്യായീകരണമാണെന്ന്. ജോയിക്ക് ഈ വിഷയം കംപ്ലീറ്റ് അറിയാം. ഇതിനെപ്പറ്റി എല്ലാം ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരാളാണ് ജോയി. കാരണം SFI രംഗത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ജോയി കണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയപ്പോഴത്തേക്കും അത് ആ പാർട്ടിയുടെ ഘടകത്തിനെ സംരക്ഷിക്കേണ്ട ചുമതല അയാൾക്കുണ്ട്. അതുകൊണ്ട് അയാൾ അങ്ങനെ പറയുന്നതാണ്, അല്ലാതെ വേറൊന്നും അല്ല. അപ്പൊ അത് എങ്ങനെ സംഭവിച്ചാലും ഒരു പാളിച്ച പറ്റിയത് തിരിച്ചാക്രമിക്കുമ്പോൾ അത് സംരക്ഷിക്കാനായിട്ട് അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ പൈസ സേവ് ചെയ്തെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് ചിന്തിക്കാതെ പെട്ടെന്ന് പറഞ്ഞതാണ് അദ്ദേഹം. അപ്പോൾ നമ്മളൊരാളെ വകവരുത്താൻ വേണ്ടിയിട്ട് പൈസ സംഭരിക്കുന്ന പാർട്ടിയായിട്ട് മാറും നമ്മൾ. അങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? എൻ്റെ അറിവിലല്ല. അപ്പോൾ അത് തെറ്റായ ഒരു മെസ്സേജ് കൊടുത്ത ഒരു വാക്കായിപ്പോയി. പിന്നെ ഈ വിഷയത്തിൽ അതല്ലാതെ 100% എനിക്ക് മഞ്ചൂരിയുള്ള പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം. ഇവർ മനസ്സ് തുറന്ന് പറയുകയാണെങ്കിൽ ഈ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജോയി അടക്കമുള്ള എല്ലാവരും മനസ്സ് തുറന്ന് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഇപ്പോൾ പറയുന്ന എല്ലാ വാഗ്വാദങ്ങൾക്കും എതിരായിരിക്കും. അവർക്ക് പറയാൻ പറ്റില്ല അങ്ങനെ. അത് തെളിവുകളുണ്ട്. പാർട്ടി അന്ന് നടന്ന പാർട്ടി ലോക്കൽ ഏരിയ കമ്മിറ്റികളുടെ മിനിറ്റ്സ് എടുക്കാൻ പറഞ്ഞാൽ എന്തിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്, അദ്ദേഹം അത് അംഗീകരിച്ചു, എന്ത് കാരണത്താണ് അദ്ദേഹം അംഗീകരിച്ചത്, ഈ പൈസ എന്താണ് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചരിത്ര രേഖകളാണ്. മിനിറ്റ്സിൽ ആ പാർട്ടിയുടെ മിനിറ്റ്സ് എടുക്കൂ. ആ ഒഴിവാക്കാത്ത ഈ ചർച്ച നടന്ന നടപടിയെടുത്ത മിനിറ്റ്സ് എടുക്കൂ.
എന്നിട്ട് അതിനകത്ത് പറഞ്ഞു നോക്കിയിട്ട് അതുപോലെ പറയാൻ പറ, കഴിഞ്ഞു, അവിടെ തീരും. അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷാജിക്ക് അറിയുള്ളൂ. അതൊക്കെ നിരവധിയുണ്ട്, അതൊക്കെ പോട്ടെ. അത് ഏതെങ്കിലും ഒന്നിനും മറുപടി പറയാൻ പറ്റുമോ? എനിക്ക് ഞാൻ ചെയ്ത് എനിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയത് ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ? അല്ല, അത് ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലല്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മതി. പെർമനന്റ് ആക്കേണ്ട സമയം ഈ എൻ്റെ പാർട്ടി ഭരിക്കുന്ന സമയം, കോൺഗ്രസ് മിനിസ്റ്റിക്കുന്ന സമയത്ത് മെറിറ്റിൽ ജോലി കയറി ഞാൻ 10 വർഷവും 3 മാസവും 10 വർഷം കഴിയുമ്പോഴത്തേക്ക് പെർമനന്റ് ആക്കി. പെർമനന്റ് ആയി എൻ്റെ ജീവിതമാർഗവും. ഇനി പെർമനന്റ് ആയില്ല, പിന്നെ കോൺട്രാക്ട് ബേസിലാണെങ്കിൽ അത് ജീവിതമാർഗമാണ്. അത് എന്തിന് ഒഴിവാക്കി? ഒരു പുതിയ പ്രസിഡന്റ് ഷറഫ് അലി യാത്രയ്ക്ക് വന്നപ്പോഴത്തേക്കും ഷറഫ് അലിയുടെ ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് 70 കോച്ചസിനെ പുറത്താക്കി. 64 വരെ തിരിച്ചെടുത്തു. ബാക്കിയുള്ള 6 പേരുടെ കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെയാണോ? പാർട്ടിക്ക് അനഭിമതനാണോ? എനിക്ക് മെരിറ്റ് ഇല്ലേ? ക്വാളിഫൈഡ് അല്ലേ? അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ചെയ്യണമായിരുന്നു. അത് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഞാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് ഷാജു, ഇല്ലെങ്കിൽ ഞാനിത് മെഷിച്ചതില്ല. ഞാനിപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ പറയുമ്പോൾ എനിക്കൊരു തന്നെ ഒരു സ്വയം ജാളിത തോന്നി ഞാൻ ഒഴിവാക്കി വെച്ചിരുന്ന കാര്യങ്ങളാണ്. എന്നാലും ഞാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. പക്ഷേ അതിലൊന്നും ഇവർ ചെയ്യണ്ട, അത് വേണ്ട. പക്ഷെ ഇതങ്ങനെയല്ല വരേണ്ടത്. ഇത് കേരളത്തിൽ എന്നെ കണ്ണൂരുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്. അവർ പറഞ്ഞാണ് ഈ ആ ഫണ്ടിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അവൻ അടിയും കൊടുക്കും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അതാണ് പാർട്ടി, അതാണ് ഞാൻ കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെ അതാണ് CITUവിൻ്റെ ജില്ലാ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അതാരാ? ഈ കുടുംബവുമായിട്ട് വളരെ അടുപ്പത്തിൽ നിൽക്കുന്ന നേതാക്കളായിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ കൂടെ 14 വർഷം ഒരുമിച്ചുണ്ടായിരുന്ന ഒരു അനിയനെ പോലെ കൊണ്ടുകിടന്ന് ഞാൻ, എൻ്റെ കുടുംബം, ഈ രക്തസാക്ഷി കുടുംബം. ഈ കോൺഗ്രസിന് വേണ്ടി വിനോദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. ഒരു വലിയ സമ്മേളനം മഞ്ചൂർ നടത്തും. ആ സമ്മേളനത്തിൽ നിരവധി സഖാക്കൾ കോൺഗ്രസിലേക്ക് എത്തും. എന്താണ് ആ ഒരു രീതി? അല്ല, അത് ഞാൻ പറയുന്നത് ഒരു വളരെ വലിയൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം അവിടെ കൂടും. നിരവധി പേർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആരെയും വിളിക്കുന്നില്ല, ഞാൻ ആരെയും കമ്പൽ ചെയ്യുന്നതുമില്ല. പക്ഷേ ഞാൻ മുമ്പൊരു അഭിപ്രായം പറഞ്ഞായിരുന്നു. തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ 6 മാസം മുമ്പ് ഞാൻ പറഞ്ഞു BJP ഭരിക്കുന്നു. എന്നോട് പറഞ്ഞായിരുന്നു. ഷാജിക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ BJP ഭരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാനിത് വളരെയേറെ കണക്കുകൾ വെച്ചിട്ടാണ്, എൻ്റെ മനസ്സിൽ തോന്നിയ കണക്കുകൾ വെച്ചിട്ടാണ് പറഞ്ഞത്. പഴയ CPMൻ്റെ കേഡർ സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു BJP RSS. അവരുടെ താഴേക്കിടയിലുള്ള പ്രവർത്തനം ഞാൻ കണ്ടതാണ്. അപ്പം അമ്മാതിരി പ്രവർത്തനം നടത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർക്ക് ഉണ്ടാകുന്ന സപ്പോർട്ട്, നാനാ സ്ഥലത്തു നിന്നുണ്ടാകുന്ന സപ്പോർട്ട് നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ പാർട്ടിക്കകത്തുള്ള ഒരു കൗൺസിലറിന് പോലും സാധാരണക്കാരായ ആൾക്കാരുടെ മമത ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. സന്തോഷത്തോടെ ചിരിച്ച് പെരുമാറാൻ പറ്റില്ല. 1-2 പേരെ ഒഴിച്ചിട്ട് മുഴുവൻ സമയ പ്രവർത്തനം നടത്താൻ പറ്റിയിട്ടില്ല. അപ്പം ആ തരത്തിൽ മേയർ എന്താ ചെയ്തത്? മേയറെ കാണണമെങ്കിൽ 2-4 മണിക്കൂറോടെ കുത്തിയിരിക്കണം, എന്നാൽ പോലും കാണാൻ പറ്റില്ല. കണ്ടാലോ, ഞാൻ നേരത്തെ പറഞ്ഞ മുഖവുമായിട്ടാണ് ഇരിക്കുന്നത്. വളരെയേറെ ഈ ഇഞ്ചി കടിച്ച കുരങ്ങനെന്നൊക്കെ പറയുന്നത് പോലെ ആരോടും ചിരിക്കാത്ത, ഒന്നും മിണ്ടാത്ത, മരവിച്ച മുഖത്തുമായിട്ടിരിക്കുന്ന ഒരാളാണ്. ഒരു കൊച്ചുകുട്ടിയാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ അത് വരുമ്പോൾ കൺട്രോൾ ചെയ്യണം. അതേസമയം ഇപ്പം നിങ്ങൾ നോക്കൂ, അവിടെ ആർക്കും പുറത്തിരിക്കണ്ട. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നേ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ വളരെ വലിയ മഹാരഥന്മാരായിട്ടുള്ള മേയർമാരിരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പം അവരുടെ അടുത്ത് ചോദിച്ചിട്ട് എന്തായി എങ്ങനെയെന്ന് ചോദിച്ച് കയറി പ്രവർത്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ചെയ്തോ? ഇല്ലല്ലോ. അപ്പം അതെല്ലാം നമ്മൾ കണ്ടിട്ട്, അവരുടെ പ്രവർത്തന മികവും കണ്ടിട്ട് അതിലെനിക്ക് തോന്നിയ കാര്യമാണ്. അതേപോലെ ഇത് നിങ്ങൾ നോക്കിക്കോളൂ. മലബാറിൽ പയ്യന്നൂർ നമ്മൾ കണ്ട ജനക്കൂട്ടം പോലെ തിരുവനന്തപുരത്തും മാറി തുടങ്ങി എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. മഞ്ചൂർ കോട്ട തന്നെ മാറും. അതല്ല, വഞ്ചൂർ എന്നുള്ള എത്ര പാർട്ടിക്കാരുണ്ടാവുന്ന ഉള്ളതല്ല. വഞ്ചൂർ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായാൽ തന്നെ വലിയൊരു കാര്യമല്ലേ? അതെ, ഇതൊരു വലിയ ഏറ്റവും തിരുവനന്തപുരത്ത് ഒരു ശക്തമായ ഒരു ലോക്കൽ കമ്മിറ്റിയാണല്ലോ. അവിടെ ഇങ്ങനൊരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ തന്നെ മാറ്റം ഉണ്ടായില്ലേ? അത് മാത്രമല്ല, അവിടെ നിൽക്കുന്ന എല്ലാവരുടെ മനസ്സിലും ഒരു ബോംബ് എടുത്ത് വെച്ചിട്ടാണ് അവർ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അത് പൊട്ടിത്തെറിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. അവർക്ക് ഇപ്പോൾ കിട്ടുന്ന സംരക്ഷണങ്ങളുടെ ഒരു ചെറിയൊരു സംരക്ഷണത്തിനെങ്കിലും ബേസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മിറ്റ്മെൻറ്റോ ഉള്ളത് കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോണതാണ്. അതല്ലാതെ ഈ പാർട്ടി നടത്തുന്ന ഒരു കാര്യത്തിലും സ്വന്തം ഇഷ്ടപ്രകാരം നിൽക്കുന്നവരല്ല. അതായത് മനസ്സിലാക്കൂ, അച്ചടക്കത്തിൻ്റെ പേരിൽ മാത്രം അവരതിനകത്ത് ഉൾക്കൊണ്ട് നിൽക്കുന്നവരാണ്. അതിൽ ആരെന്നല്ല, അവിടെ നിന്ന് 10 പേര് വന്നാലും വലിയ കാര്യമാണ്.
പക്ഷെ അവിടെ നടക്കുന്നത് അത് മാത്രമല്ല. ഇതിപ്പോൾ നമ്മുടെ നിലപാട് മാറ്റം, നമ്മൾ രാഷ്ട്രീയ പ്രവേശനം നടത്തിയെന്നേ ഉള്ളൂ. നമ്മുടെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പിന്നെ വി ഡി സതീശനോടൊക്കെയുള്ള നേതാക്കൾ അവിടെ വന്ന് സംസാരിക്കും. അതിനു മുമ്പായിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ കോൺഗ്രസിൻ്റെ എല്ലാവർക്കും അറിയാം, എന്നാലും കുറച്ചുകൂടെ ഡീപ്പായിട്ടൊന്ന് വിശദീകരിച്ചു കൊടുക്കും. അദ്ദേഹം അവിടെ സംസാരിക്കും. അതോടൊപ്പം തന്നെ ആ സമയത്ത് എന്തായാലും നല്ലൊരു ജനപങ്കാളിത്തം അവിടെ ഉണ്ടാവും. അതുപോലെ ഈ പാർട്ടിയിലേക്ക്, കോൺഗ്രസിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിരവധി കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, CPM-ന്റെ നിരവധി ആൾക്കാരുണ്ടാവും. അപ്പോൾ പുതിയ ലാവണത്തിലേക്ക്, പുതിയ പാർട്ടിയിലേക്ക് ചേക്കേറുന്ന വിനോദിന് എല്ലാവിധ താങ്ക് യു.